എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പം നമ്മുടെ ബൊറൂട്ടോയുടെ ഗെഞ്ചിപ്സു അത് ബ്രേക്കായി അവൻ ആ ഒരു ലാബിന്റെ പുറത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇതിൽ അവിടെ എന്താ നടക്കണമെന്ന് ബൊറൂട്ടോയ്ക്ക് പിടികിട്ടില്ല. ബൊറൂട്ടോയ്ക്ക് തൊട്ടു പിന്നാലെ ഇപ്പൊ ആ മുടിപ്പെണ്ണും ആ പ്രിസണറും അവരും അവിടേക്ക് എത്തുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇതിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, നമ്മളെങ്ങനെ അവരെ പുറത്ത് കൊണ്ടുവരും? അതുമാത്രമല്ല ആ ലീഫ് ഷിനോബി അവൻ സത്യത്തിൽ നമ്മൾ കരുതിയതുപോലെ ആ വില്ലന്മാരുടെ ടീമല്ല. എന്റെ ഗസ് കറക്റ്റ് ആണെങ്കിൽ ഇതിനെല്ലാം കാരണക്കാരനായ ആ വില്ലൻ അപ്പാപ്പൻ ആളെ തകർത്താൽ മാത്രമേ ഇവർക്കെല്ലാം ഈ കെഞ്ചിപ്സോയിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂ. എന്തെങ്കിലും ഒരു വഴി അത് ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ മുഴുവൻ ചെക്ക് ചെയ്യാണ്. അപ്പോഴായിരിക്കും നമ്മുടെ മുടിപ്പെണ്ണിന് അപ്പാപ്പൻ്റെ അസിസ്റ്റന്റ് പേഴ്സന്റെ ക്യാബിനിൽ നിന്ന് ഒരു സ്ക്രോള് കിട്ടുക. അവൾ ആ സ്ക്രോളും ഒരു കാർഡും ഇപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. പ്രിസണർ ആണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പറയും, തീർച്ചയായിട്ടും ഇതായിരിക്കും എക്സിറ്റിലേക്കുള്ള വഴിയും കാർഡും. ആദ്യം എക്സിറ്റ് കണ്ടെത്താം, അതിനുശേഷം ഇവരെല്ലാം മറ്റുള്ളവരുടെ സഹായത്താൽ സേഫായി ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് പറയും. അതനുസരിച്ച് അവരാണെങ്കിൽ ആ സ്ക്രോളിലുള്ള ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് ആ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്യും. അടുത്ത നിമിഷം അവർക്ക് മുൻപിൽ ഒരു ഡോർ ഓപ്പൺ ആവുകയാണ്. അതുവഴി മുൻപോട്ടേക്ക് ഒരു വഴി കാണും. അവർ ആ വഴിയിലൂടെ ചുറ്റും വളരെ സൂക്ഷ്മമായിട്ട് ചെക്ക് ചെയ്ത് അങ്ങനെ മുൻപോട്ടേക്ക് വരും. അവിടെയാണെങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. അവരതിലൊക്കെ ചവിട്ടി അല്പ ദൂരം കടന്നു വരുമ്പോഴായിരിക്കും മുൻപിലായിട്ട് വലിയൊരു ഡൈനിങ് ടേബിൾ കാണുക. അതാരോ അല്പം മുൻപായിട്ട് അത് ഉപയോഗിച്ചതായി അവർക്ക് പിടികിട്ടും. അവരതിലൂടെയും മുൻപോട്ടേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും ആ പ്രിസണർ ആണെങ്കിൽ വെള്ളത്തിൽ ചവിട്ടുകയാണ്. അവൻ ഒരു സെക്കൻഡ് അങ്ങനെ നിന്ന് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കും. സത്യത്തിൽ അവർ ഇതേ വഴിയിലൂടെയാണ് തുടക്കം മുതലേ കടന്നു വന്നത്. അവൻ ആ കാര്യം ബൊറൂട്ടോയോടും മുടിപ്പെണ്ണിനോടും പറയും. എന്നിട്ട് വീണ്ടും മുൻപിലേക്ക് നടക്കും. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ പഴയ ഡൈനിങ് ടേബിൾ തന്നെ അവരുടെ മുൻപിലേക്ക് വരികയാണ്. അവർക്ക് മനസ്സിലാവും ഇത്രയും ടൈം ഒരു ലൂപ്പ് പോലെ എന്തിലും ഒന്ന് പെട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവർ ചുറ്റും നോക്കുമ്പോൾ മറ്റൊരു പാത്ത് അവരുടെ അടുത്തായിട്ട് കാണും. ഓക്കെ, കുഴപ്പമില്ല, തവണ നമുക്ക് ആ ഒരു പാത്തിലൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് അവരവിടേക്ക് ടേൺ ചെയ്യും. അവരാണെങ്കിൽ ആ ഒരു പാത്തിലൂടെ കടക്കേണ്ട താമസം ആ ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞ് ബൊറൂട്ടോയും ആ ഒരു പ്രിസണറും മുടിപ്പെണ്ണും അവർ രണ്ടുപേരും ഒരു 3 പേരും 2 ഭാഗത്തായിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും. ഇവിടെ ആ പ്രിസണർ ഞാൻ മുടിപ്പെണ്ണിനോട് പറയും, നോക്കി എന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും വേഗം പുറത്ത് കടക്കണം, നിന്റെ കയ്യിലുള്ള മാപ്പ് അതെനിക്ക് താ. അതിനവൾ കൈ തട്ടി മാറ്റി, കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഞാനിത് കൈവിട്ട് തരില്ല, എനിക്ക് ഇവിടെയുള്ള എല്ലാവരെയും രക്ഷിക്കണമെന്ന് പറയും. അതിനവനാണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടി അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. അതിനവളും അവളുടെ പവറൊക്കെ യൂസ് ചെയ്ത് അവരെ തിരികെ അറ്റാക്ക് ചെയ്യും. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ചില ഗുങ്കാര ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണെന്ന്. സോ അവൻ റസംഗൺ പവറൊക്കെ ഉപയോഗിച്ച് ആ ചുമരിൽ ആഞ്ഞടിക്കും. പക്ഷെ ആ ചുമര് തകരില്ല. ബൊറൂട്ടോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് വഴികളിലൂടെയൊക്കെ ഓടി അവളുടെ അടുത്ത് എത്തുമ്പോഴേക്കും അവനാണെങ്കിൽ അവളെ അറ്റാക്ക് ചെയ്ത് ആ മാപ്പുമായി കടന്നു കളഞ്ഞു. ബൊറൂട്ടോ ആണെങ്കിൽ പതിയെ അവളങ്ങനെ താങ്ങിയെടുക്കും. അവള് ബൊറൂട്ടോട് ക്ഷമ പറയും, ഐ എം സോറി, എന്നെ കൊണ്ട് ആ ഒരു സ്ക്രോളിനെ പ്രൊട്ടക്ട് ചെയ്യാനായില്ല, മാത്രമല്ല എന്റെ പവർ അത് അവൻ എന്നിൽ ഉപയോഗിച്ചു, എപ്പോൾ വേണമെങ്കിലും എനിക്ക് എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് ഞാൻ നിന്നെ തിരികെ അറ്റാക്ക് ചെയ്യാന്ന് പറയും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുമായിട്ട് മുൻപോട്ടേക്ക് പോകും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ആ ഒരു പ്രിസണർ അവനാണെങ്കിൽ ഇപ്പൊ ആ മാപ്പ് നോക്കി വലിയ ഡോറിന് മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ ആ കാർഡ് സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ അവനെ കൊണ്ട് പുറത്തു പോകാൻ പറ്റുമെന്ന് അവന് മനസ്സിലാവും. പക്ഷെ അടുത്ത നിമിഷം അപ്പാപ്പന്റെ ഒരു പപ്പട് അവന് നേരെ ചാടി വീഴും. ഇവിടെയാണെങ്കിൽ ആ മുടിപ്പെണ്ണിന്റെ കൺട്രോൾ പോയി. അവളാണെങ്കിൽ ബൊറൂട്ടോയെ തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോ, എങ്ങനെയെങ്കിലും നീ ഇവിടുന്ന് രക്ഷപ്പെട്, എന്റെ കൺട്രോള് അത് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടുവെന്ന് അവൾ വിളിച്ചു പറയും. അവളാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ കയ്യിൽ ആഞ്ഞു കുത്തുകയാണ്. പക്ഷെ ബൊറൂട്ടോയ്ക്ക് വേദന എടുക്കില്ല. അവനാണെങ്കിൽ ചിരിച്ച് അവളോട് പറയും, നമ്മളിപ്പോഴും ഗെഞ്ചിപ്സൂൽ തന്നെയാണ്. അതിനവളാണെങ്കിൽ അതിൽ ഉച്ചത്തിൽ ചിരിച്ച് അവളുടെ റിയൽ ഫോം അവന് കാണിച്ചു കൊടുക്കും. എന്റെ റിയൽ ഫോം ഇതാണ്, ഞാനാണ് സാക്ഷാൽ ഔഗ എന്ന് പറയും. അവളുടെ ആ ട്രാൻസ്ഫർമേഷൻ കണ്ട് ബൊറൂട്ടോ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവൾ ചോദിക്കും, എന്തുപറ്റി, നീ എന്നെ കണ്ട് ഞെട്ടിപ്പോയോ? നിങ്ങൾക്കിടയിലെ ഒരു വില്ലൻ അത് യഥാർത്ഥത്തിൽ ഞാനാണ്. ആ റിച്ച് മാനെയും ഒരു ഷിനോബിയെയും കൊന്നത് അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. അതിനുശേഷം നിങ്ങളുടെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാൻ ഞാനത് ബാക്കിയുള്ളവരുടെ തലയിൽ വെച്ചു. മനുഷ്യരുടെ ഫീലിങ്സ് എന്താണെന്നും അവരെങ്ങനെ ചിന്തിക്കുന്നു എന്ന് അറിയാനുമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. ഞാൻ ഇത്രയും കാലവും ഒരാളെ നോക്കിയാണ് എൻ്റെ ലൈഫ് മുൻപോട്ടേക്ക് കൊണ്ടുപോയത്. എൻ്റെ ജീവിതത്തിന്റെ വെളിച്ചം അതാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്, സാക്ഷാൽ ജീഗണയെന്ന് പറഞ്ഞ് അവളുടെ തലയിലെ സ്കാർഫ് അത് അഴിക്കുകയാണ്. അത് കണ്ട് ബൊറൂട്ടോ ഡബിൾ ഷോക്കാവും. ഞാനും ആ ഗാറ ഇന്നർ ടീമിലെ ഒരു മെമ്പറാണ്.
സത്യത്തിൽ ഡേവ് ഷിനോബി കിസറു അവൻ എൻ്റെ ഗെഞ്ചിപ്സു ബ്രേക്ക് ചെയ്തു. പക്ഷെ ഞൊടിയിടയിൽ തന്നെ മറ്റൊരു ഗെഞ്ചിപ്സൂല് ഞാൻ നിന്നെ ലോക്ക് ചെയ്തു. ബൊറൂട്ടോ, സത്യത്തിൽ നിനക്കൊരു കാര്യം അറിയോ? ആമഡോടെ വെറും ഒരു റിസർച്ച് പാത്രം മാത്രമായിരുന്നു ഞാൻ. ഇതിൽ അവൻ എന്തിനാണ് റിസർച്ച് ചെയ്ത് എന്നെ ക്രിയേറ്റ് ചെയ്തതും പോലും എനിക്കറിയില്ല. ഒരുപാട് നാള് ഞാൻ അവരോടൊപ്പം നിന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ ലൈഫ് തന്നെ ബോറടിച്ച് ഞാൻ അവിടുന്ന് പുറത്തു വരാൻ ആഗ്രഹിച്ചു. അതിന് ഈഗൺ എന്നോട് ചെയ്തത് എൻ്റെ ഒരു മെയിൻ പാർട്ട് അതെന്നിൽ നിന്ന് പറിച്ചെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവളുടെ തലയുടെ ഭാഗം അതങ്ങനെ ബൊറൂട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവനവിടെ എന്തോ ഒരു സംഗതി മിസ്സിംഗ് ഉള്ളതായിട്ട് നോട്ടീസ് ചെയ്യും. അവളാണെങ്കിൽ വീണ്ടും പറയും, പിന്നീട് ഞാൻ ഇവിടേക്ക് വന്ന് എൻ്റെ ബോറിംഗ് ലൈഫ് ഇത്തരത്തിൽ റിസർച്ചിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്ത് മാറ്റി. മാത്രമല്ല എനിക്ക് കൂട്ടിന് നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ ഈ കണ്ടെയ്നറിൽ അടച്ച് റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു റിസർച്ചിൽ ഞാൻ ഓരോരുത്തരെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനിടയായി. അതിൽ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നീയാണ്. അതുകൊണ്ടാണ് നിന്റെ കൂടെ ഞാൻ ഈ സമയം വരെ നിന്നതെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ അവൻ്റെ കത്തി കയ്യിലെടുക്കും. എന്തൊക്കെയാണെങ്കിലും ചെയ്തത് അതൊരു വലിയ കുറ്റം തന്നെയാണ്. എനിക്കതിന് നിന്നെ പണിഷ് ചെയ്തേ പറ്റുമെന്ന് ബൊറൂട്ടോ തീർത്തു പറയും. അവളാണെങ്കിൽ ബൊറൂട്ടോട് പറയും, ധൈര്യമായിട്ട് നിനക്കെന്നെ കുത്താം. എൻ്റെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് കുത്തുകയാണെങ്കിൽ അടുത്ത നിമിഷം ഗെഞ്ചിപ്സു ബ്രേക്കായി നിങ്ങൾ എല്ലാവരും പഴയതുപോലെ റിയൽ വേൾഡിലേക്ക് പോകും. മാത്രമല്ല ആ സ്ക്രോളും കൂടെ നീ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറയും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ കത്തിയുമായി മനസ്സിൽ ഒരുപാട് ടെൻഷനോട് കൂടെ അവളുടെ അടുത്തേക്ക് നടന്നടുക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവളുടെ അടുത്ത് വന്ന് ആ ഒരു സ്ക്വാഡ് അങ്ങനെ പതിയെ താഴ്ത്തുകയാണ്. അതിന് അവൾ ചോദിക്കും, എന്തു പറ്റി, എന്നെ കുത്തുന്നില്ലേ? എന്നെ നശിപ്പിച്ച് ആ ഒരു സ്ക്രോള് അതെടുക്കാതെ നിങ്ങൾക്ക് ഈ ഗെഞ്ചിപ്സൂലിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അതിന് ബൊറൂട്ടോ പറയും, നിന്നെ കൊല്ലാതെ തന്നെ ഞാൻ എല്ലാവരെയും സേവ് ചെയ്യും, നിന്നെയും ഞാൻ സേവ് ചെയ്യും. നീയും ഒരു ഗെഞ്ചിപ്സൂൽ പെട്ട് കിടക്കുകയാണെന്ന് എനിക്കറിയാം. സോ നമ്മളെ എല്ലാവരെയും രക്ഷിക്കാനുള്ള മറ്റെന്തോ ഒരു ഓപ്ഷൻ ഇവിടെ എവിടെയോ മറഞ്ഞു കിടപ്പുണ്ട്, അത് നമ്മൾ കണ്ടെത്തണമെന്ന് പറയും. അത് കേട്ട് അവൾക്കാണെങ്കിൽ ബൊറൂട്ടോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ്. ബൊറൂട്ടോ അത് പറയേണ്ട താമസം അടുത്ത നിമിഷം തന്നെ ആ ബിൽഡിങ്ങുകളൊക്കെ ഇടിഞ്ഞു വീഴുകയാണ്. അവൻ അവളുടെ കൈ പിടിച്ച് മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടും. എന്റെ കൈ പിടിച്ച് മുൻപോട്ടേക്ക് ഓടിയിട്ട് യാതൊരു കാര്യമില്ല, എന്നെ കൊല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്ന് പറയും. അതിന് ബൊറൂട്ടോ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് അവളെ തൂക്കിയെടുത്ത് ദൂരേക്ക് എറിയും. അവളുടെ പിന്നാലെ തന്നെ അവനും ചാടിയെത്തി ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് പറയും, നഷ്ടപ്പെട്ട നിന്റെ ഹൃദയത്തിന്റെ പാതി അത് നീ കണ്ടെത്തണം. തീർച്ചയായിട്ടും നിന്നിലുള്ള ഗെഞ്ചിപ്സു അത് ഞാൻ ബ്രേക്ക് ചെയ്യും. ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരല്പം പ്രതീക്ഷ തോന്നും. പക്ഷേ ആ പ്രതീക്ഷ അവളുടെ അസ്ഥാനത്തെത്തി. അവൾ നിന്നിരുന്ന ആ വലിയ പാറ അത് രണ്ടായിട്ട് പൊട്ടി അവൾ താഴേക്ക് വീഴും. അവളാണെങ്കിൽ ഒരു പാറയിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇതിനിടയിൽ ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് അവൾക്ക് നേരെ കൈനീട്ടും. ബൊറൂട്ടോ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവളെ അങ്ങനെ വലിച്ചു മുകളിൽ കയറ്റുകയാണ്. അതോടുകൂടെ അവളുടെ ഗെഞ്ചിപ്സു ബ്രേക്ക് ആവും. അതിനുശേഷം ബൊറൂട്ടോ ബാക്കിയുള്ളവരെയും ഗെഞ്ചിപ്സുവിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറയാണ്. ഇവിടെ സാറുടെ ആണെങ്കിൽ ആ അൻപു ബ്ലാക്ക് ഓപ്സിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ഒരേ ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരണം. ഞങ്ങൾക്കൊരിക്കലും ഇത് വിഡ്രോ ചെയ്യാനായിട്ട് കഴിയില്ല. ഞങ്ങളുടെ ഫ്രണ്ട് ഹൊക്കാഗയുടെ മകൻ ബൊറൂട്ടോ ആണ് അതിൽ പെട്ടുകിടക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഇയർഫോൺ അത് ഒരു തവണയെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന് പറയും. പക്ഷെ അവരാണെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാവാതെ അങ്ങനെ മുഖം തിരിച്ച് നിൽക്കുകയാണ്. ഈച്ചയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. അവന്റെ സ്നേക്കിനെ ഉപയോഗിച്ച് ആ ഒരു ഇയർഫോൺ അത് കൈക്കലാക്കും. അതിനുശേഷം അതിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓപ്പോസിറ്റ് ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ മീറ്റ്സികയുടെ ശബ്ദം ആ ഒരു ഇയർഫോണിലൂടെ കേൾക്കും. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ മീറ്റ്സികയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ മീറ്റ്സികയുടെ ശബ്ദം കേൾക്കേണ്ട താമസം അവനങ്ങനെ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ഞാനിപ്പോ വലിയൊരു മൗണ്ടൈൻ്റെ അടുത്താണ് ഉള്ളത്, ഇങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് അവരോട് പറയാൻ തുടങ്ങും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഇപ്പൊ സേഫാണ്, എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ താഴേക്ക് നോക്കും. ആണെങ്കിൽ മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരും അങ്ങനെ എല്ലാവരും ഇപ്പൊ പഴയതുപോലെ തിരികെ എത്തിയിരിക്കുകയാണ്. പേടി ഷിനോബി ആണെങ്കിൽ റിച്ച് മാനോട് പറയും, നിന്നോടൊപ്പം ഞാനും ഉണ്ട്, നിന്റെ കാണാതായ ഫാമിലിയെ അവരെ കണ്ടെത്താനെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ടോൺ ഷിനോബി ആണെങ്കിൽ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് ആ മുടിപ്പെണ്ണ് കൊടുത്ത ഒരു ലെറ്റർ ഏൽപ്പിക്കുകയാണ്. അവൻ ആ ലെറ്റർ വായിക്കും. അതിൽ ബൊറൂട്ടോയോട് എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡിങ്സ് ആയിരിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ലെറ്റർ വായിച്ച് ഇപ്പോൾ ആ സ്റ്റോൺ ഷിനോബിയോട് പറയും, ഇത് ഔഗ തന്ന ലെറ്ററാണ്. അത് കേട്ട് അവർ രണ്ടുപേരും ഹാപ്പിയായി ഓടിപ്പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.